മനുഷ്യരെ സ്വാധീനിക്കാൻ NLP എന്നാണ് ഇന്നത്തെ നമ്മുടെ ക്യാപ്ഷൻ. മനുഷ്യരെ എങ്ങനെയാ സ്വാധീനിക്കുന്നത്? സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കറക്കി വീഴിക്കാന്നല്ല അതിൻ്റെ അർത്ഥം. അവര് നമ്മളെ ഇതിപ്പം ഡിഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡിഡോയുടെ വീട്ടിലുള്ളവരെയൊക്കെ ഡിഡോയ്ക്ക് സ്വാധീനിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവര് ഡിഡോയെ പറ്റി നല്ല അഭിപ്രായം പറയുന്നത്. നിനക്ക് മാറ്റങ്ങൾ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവരിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ കൊണ്ട് വേറൊരാളെ സ്വാധീനിക്കാൻ വേണ്ടി അവരെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ മൈൻഡ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവര് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ പ്രവൃത്തി അവരുടെ ബോധ മനസ്സിനെ ഒന്നും സ്വാധീനിക്കേണ്ട, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഇടത് കൈ കൊണ്ട് ചെയ്യുന്നത് നിന്റെ വലത് കൈ അറിയരുതെന്ന്. നീ ഒരാൾക്കൊരു സഹായം ഇടത് കൈ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ വലത് കൈ പോലും അറിയരുത്. അപ്പൊ ഞാൻ അറിയുന്നേ ഇല്ല, എന്നിൽ വന്ന മാറ്റങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് ലെവലിലാണ് നമ്മുടെ മാറ്റങ്ങളൊക്കെ വന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പഠിച്ച തിയറി തന്നെ അതിനെ വേറൊരു ആംഗിളിൽ കൂടെ കടന്നാൽ മതി. ഇതിനാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്നുള്ളത് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര പഠിച്ചാലും ഇതിങ്ങനെ കാണാപ്പാടം പഠിക്കുമെന്നല്ലാതെ കൊണ്ട് ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നും കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നതെന്നുള്ളത്. അപ്പം നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ, ഞാനിപ്പോൾ വളരെ വിശദമായിട്ട് പറയുന്നില്ല, പടം കാണാമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഈവൻസിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈവൻസ് ആണ്. ആ ഈവൻസുമായിട്ട് നമ്മൾ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രതികരിക്കുന്നതിനെ മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നു പറയും. അപ്പൊ ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ലോകം എന്ന് പറയുന്ന പുറത്തെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഈ പുറത്തെ ലോകം നമ്മൾ അറിയാതെ കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ, മിക്കവാറും അറിയാതെ കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറ്റിവിടുന്നത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ പുറത്തെ ലോകം പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് കയറുന്നില്ല. നമ്മൾ പ്രതികരിച്ചതിന് വെച്ചിട്ടുള്ള ഒരു ലോകമാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഞാൻ എപ്പോഴും ഉദാഹരണം പറഞ്ഞ ഇതാണ്, ഒരു പാമ്പിനെ നിങ്ങൾ കണ്ടു, അത് എക്സ്റ്റേണൽ വേൾഡ്, പുറം ലോകത്തുള്ളൊരു സാധനമാണ്. ഈ സാധനം എന്ന് പറഞ്ഞത്, പാമ്പെന്ന് പറയുന്നത്, അത് വെറുതെ എവിടെയെങ്കിലും ഒരു തണലത്ത് കിടക്കാണ്. ഈ സാധനം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ പ്രതികരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. പാമ്പ് കടിക്കുമെന്ന് പറയുന്നു, പാമ്പിനെ പേടിപ്പിക്കുമെന്ന് പറയുന്നു. ആ ഒരു കാഴ്ചപ്പാടാണ് ഈ പാമ്പ് ഉള്ളിലേക്ക് കയറുന്നത്. വാസ്തവത്തിൽ പാമ്പ് സാധുവായ പാമ്പാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ലോകമാണ് നമ്മളായിട്ട് സൃഷ്ടിക്കുന്നത്. ഇതാണ് ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ്, ഈ പുറത്തുള്ള ലോകം നമ്മുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പം അതിന് അതിൻ്റെതായ രൂപവും ഭാവവും നമ്മൾ കൊടുത്തു. ലോകം അങ്ങനെയല്ല സത്യത്തിൽ. അപ്പൊ അതാണ് എൻ്റെ മനസ്സെന്ന് പറയുന്നത്. എൻ്റെ മനസ്സെന്ന് പറയുന്നത് ചുറ്റുപാടുകളെയൊക്കെ പ്രതികരിച്ചതിന് ശേഷം ഉള്ളിൽ കയറി കിടക്കുന്നതാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ മനസ്സിരിപ്പെന്ന് പറയുന്നത് ഈ ലോകത്തോടുള്ള പ്രതികരിച്ച സംഗതിയാണ് എൻ്റെ മനസ്സെന്ന് പറയുന്നത്. അതാണ് എൻ്റെ തലച്ചോറിൽ കയറി കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ പ്രതികരിച്ചോ അത് ശരിയായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഇപ്പം നിങ്ങളിപ്പം 30 പേര് ഇവിടെ ഉണ്ടെങ്കിൽ 30 പേരും ഒരു ഈവന്റിനെ 30 തരത്തിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രതികരിച്ച, അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രതികരിച്ചത് വളരെ കൃത്യമാണ്, ശരിയാണെന്നുള്ള ധാരണയാണ് അയാളിരിക്കുന്നത്. ഈ 30 പേരും വിചാരിക്കുന്ന അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ നീ എന്നുള്ള വാക്കും കൂടെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിന് കൃത്യത വരുള്ളൂ. അതുകൊണ്ട് നീ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ന് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നീ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് നീ ശരിയാണെന്ന് കൊണ്ടാണ് നീ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നീ പ്രതികരിച്ച വിധം എന്ന് പറഞ്ഞത് അത് നിന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. പക്ഷേ കണ്ടതും കേട്ടതുമായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല.
ഞാൻ നിന്നെ അളക്കുന്ന എൻ്റെ പ്രതികരണമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്നിൽ നിന്നും വളരെ വിഭിന്നമായ രീതിയിലാണ് നിന്റെ പ്രതികരണം. ഞാനത് അംഗീകരിക്കാൻ പോകുന്നില്ല. അതാണ് ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ നിന്നെ ഞാൻ സ്വാധീനിക്കണം എന്നുണ്ടെങ്കിൽ നീ പ്രതികരിച്ചതിനെ ഞാൻ എതിർക്കാൻ പാടില്ല. ശരിയാണോ തെറ്റാണോ എന്ന് അംഗീകരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നീ പ്രതികരിച്ച് നിന്നെ സംബന്ധിച്ചുള്ള ശരിയാണ് എന്ന് ഞാൻ നിന്നെ അംഗീകരിക്കുന്നു. നിന്റെ പ്രതികരണത്തെ ഞാൻ അംഗീകരിക്കുന്നു. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ കാര്യം ശരിയാന്നുള്ളതല്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ പറഞ്ഞ കാര്യം ശരിയാണ്. ഞാൻ എൻ്റെ കാര്യം ഒട്ടും മിണ്ടാനും പോകുന്നില്ല. നീ ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുള്ളൂ. ഇപ്പം ഞാൻ NLP പഠിച്ചതുകൊണ്ട് നിന്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ നീ NLP പഠിക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ അഭിപ്രായത്തെ നീ മാനിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തെ കയറി ഞാൻ ബലം പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാഗത്തു നീ ഞാനുമായിട്ട് വഴക്കുണ്ടാക്കും. അപ്പം ഞാൻ പിന്നെ അതിനെ ഡീൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുന്നു. അത് ശരിയാണെന്ന് പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ വഴക്കടിക്കാൻ വരുന്നുമില്ല. അപ്പം ഇതാണ് റെസ്പെക്റ്റിംഗ് ദ അതർ പേഴ്സൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ കയറി ഉടക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഉള്ള പല സംഘടനകള്, ഓർഗനൈസേഷൻസ് അറിയാമല്ലോ, മതപരമായിട്ടും പൊളിറ്റിക്സ് ആയിട്ടും അല്ലാത്ത തരത്തിൽ 100,000 ഓർഗനൈസേഷൻസ് ഉണ്ട്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അതിലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഒരേ ഓർഗനൈസേഷനെ തന്നെ 100 പേരുടെയും 100 തരത്തിലുള്ള അഭിപ്രായം അവരുടെ പറയുമ്പം അവിടെ അടിപിടി ഉണ്ടാകും, വിഭിന്ന സ്വരങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ NLP പഠിച്ചവര് ആരുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ പോകാറില്ല. അപ്പൊ അതാണ് ഡിഡോ പറഞ്ഞ കാര്യം. ആ കുടുംബത്തില് സമാധാനമുണ്ട്. ഡിഡോ ആരുമായിട്ട് ഇപ്പോൾ ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പോകാറില്ല. അതിൻ്റെ പേര് അത് മറ്റുള്ളവരും കണ്ടുപഠിച്ചു. അതുകൊണ്ട് വീട്ടിൽ സമാധാനമായി. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഒരാൾ NLP മര്യാദയ്ക്ക് ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. എന്ത് പറഞ്ഞാൽ ഞാൻ വേറൊരാളുടെ മനസ്സിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ. അവരുടെ നമ്മുടെ NLPയിൽ മാപ്പ് എന്നൊക്കെ പറയും, ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു. നീ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, നീ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വന്നു കഴിയുമ്പം സമാധാനം എത്തി. എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിരിക്കുന്ന ഇതാണ്: മനുഷ്യരെ സ്വാധീനിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലേ, നിന്റെ അഭിപ്രായം ഇതാ അല്ലേ എന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നതിന് അപ്പുറത്തേക്കൊന്നും കിടക്കുന്നില്ല. ഇത് മതിയല്ലോ. പക്ഷേ എങ്കിലും സാധാരണഗതിയിൽ NLP പഠിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി ഉടക്കും. അത് ശരിയല്ല, നീ പറയുന്നത് ശരിയേ അല്ല, ഇതാണ് ഞാൻ പറയുന്നത്, നീ കേൾക്കണം. അപ്പോൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടായില്ലേ? അപ്പൊ അവരെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടിനെ ഓക്കെ എന്ന് പറയാന്നുള്ള മാത്രം. അത് ശരി, അങ്ങനെയാ കാര്യങ്ങളുടെ കിടപ്പല്ലേ എന്ന് പറഞ്ഞാൽ നിന്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ അങ്ങനെ കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് ഏതൊരു വ്യക്തിയും ദേഷ്യം വന്നു കഴിഞ്ഞാൽ, സങ്കടം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം മാനസരോഗിക എന്നുള്ളതാണ് വെപ്പം. കാരണം അവരുടെ മനസ്സിന്റെ സമനില തെറ്റിപ്പോയി. അപ്പൊ അവര് പറയുമ്പോ ഒരാളിപ്പോ പറയാണ് എനിക്ക് പേടിയാകുന്നു പറഞ്ഞാൽ സാധാരണഗതി നമ്മൾ പറയുന്നത്, നീ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് പേടിയില്ലല്ലോ. അല്ലെങ്കിൽ ഒരാള് സങ്കടപ്പെടുകയാണെങ്കിൽ നീ എന്തിനാ സങ്കടപ്പെടാൻ മാതിരിക്കുന്ന കാര്യമിരിക്കുന്നത്? വീട്ടിലാണേലും പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ്: ഭാര്യയ്ക്ക് എന്തെങ്കിലും സങ്കടം തോന്നിക്കഴിഞ്ഞാൽ ഭർത്താവ് ചോദിക്കും, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? സങ്കടപ്പെടാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ? അല്ലെങ്കിൽ നീ എന്തിനാ ഇപ്പം ഞാനുണ്ടോ അതിനെ ദേഷ്യപ്പെട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയാണ്. മറ്റേ വ്യക്തിനെ, അതർ പേഴ്സണെ നമ്മൾ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകുന്നു. അപ്പൊ NLP പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, അവർ നമ്മളെ ബഹുമാനിക്കുന്നു. അപ്പൊ മനുഷ്യരെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ബഹുമാനിക്കുന്നത് മാത്രമേ അർത്ഥമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മളൊരാളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവരെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ബഹുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പറയുന്ന സാവകാശം അവർ അംഗീകരിക്കാൻ തുടങ്ങും. അപ്പോൾ അവരെ നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പ മാർഗം അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ NLPയെ പറ്റി പറയുകയാണെങ്കിൽ NLPയെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ NLP എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഓഫ് ദ മൈൻഡ്. മനസ്സിന്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്, ഇൻസ്ട്രക്ഷൻ ബുക്കാണ്. നമ്മളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പം നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സ് കിട്ടി. പക്ഷെ ഈ മനസ്സിനെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഓരോരുത്തരും തോന്നുന്ന പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല മനസ്സിലുകളാണ്, ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്, ഓരോ മൈൻഡും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടാണ്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണ് മൈൻഡിനെ പ്രവർത്തിപ്പിക്കുന്നതെന്നുള്ള പഠനമാണ് NLP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ ആദ്യം കാണിച്ചത്, ഈ പടം. ഇങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ ഈവന്റ് ഉണ്ടാകുന്നു, അതിനെ നമ്മളെ ഉള്ളിലേക്ക് കയറ്റുന്നു. നമ്മുടേതായ അഭിപ്രായത്തോടു കൂടിയാണ് ആ പുറത്തുള്ള അനുഭവത്തെ കാണുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ദേഷ്യം, സങ്കടം, പേടി, ഈ പറഞ്ഞ ഓരോരോ വികാരങ്ങളൊക്കെ വരുന്നു. അതനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ സംഭവിക്കുന്നു. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തനം വേറൊരാളിന് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം എൻ്റെ മനസ്സിൽ വന്ന കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. വേറൊരാൾ പ്രവർത്തിക്കുന്ന അയാളുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. അപ്പൊ പലരുടെയും ബിഹേവിയർ വിൽ ബി ഡിഫറെന്റ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അമ്മയെ തല്ലിയാലും പുറത്ത് രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്ത് സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും എത്ര വ്യക്തികൾ ഇവിടെ ഉണ്ടോ, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും, ഓരോ തരത്തിലുള്ള പെരുമാറ്റമായിരിക്കും. പാമ്പിനെ കാണുകയാണെങ്കിൽ 10 പേര് കാണുകയാണെങ്കിൽ 10 തരത്തിലായിരിക്കും അവർ പെരുമാറുന്നത്. ഇതുപോലെ എന്തെല്ലാം പെരുമാറ്റങ്ങൾ പുറത്തുണ്ടാകുന്നു, അതിനെ ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും അതുമായിട്ട് പെരുമാറുന്നത്. ഒരു കൊതുക് വരികയാണെങ്കിൽ ചില ആൾക്കാർ അതിനെ കൈകൊണ്ട് ഓടിച്ചു വിടും, ചിലത് അതിനെ തല്ലിക്കൊല്ലും, ചിലത് അറിയാമല്ലോ ഓരോ തരത്തിൽ പെരുമാറും. മിക്കവാറും എല്ലാവരും അടിക്കുക ചെയ്യുന്നത്. ചില ആൾക്കാർക്ക്, ചില പ്രത്യേകതരത്തിലുള്ള ആൾക്കാരുണ്ട് ഒരു ജീവികളെ ഉപദ്രവിക്കരുന്നുള്ളതുണ്ട്. അപ്പൊ അവരെന്ത് വെച്ചാൽ ഈച്ച കടിച്ചു കഴിഞ്ഞാലും പയ്യെ അവരെ അങ്ങോട്ട് ഓടിച്ചു വിടുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ മൂല്യങ്ങളനുസരിച്ച്, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പുറമെയുള്ള പെരുമാറ്റം ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ NLP എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന വിചാരങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഷയാണ്. മനസ്സിലാക്കി അനുസരിച്ച് മാന്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഈ NLP എന്ന് പറഞ്ഞത് സഹായിക്കുന്നു. അങ്ങനെ മാന്യമായി നമ്മൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മളെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് അവരെ സ്വാധീനിക്കാൻ പറ്റും. NLP ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഇന്നർ വേൾഡ്. എനിക്ക് എൻ്റെ ഉള്ളിനെ എനിക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും NLP ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ മനസ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന NLP പഠിച്ചാൽ, ഇല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കുക. ഇന്നർ വേൾഡ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഔട്ടർ വേൾഡ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നെയാണ്, പുറം ലോകത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇന്നർ വേൾഡ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. ഈച്ച് പേഴ്സൺ റെപ്രസെൻറ്റ്സ് ദ വേൾഡ് ഡിഫറെൻ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്ന ലോകം ഓരോ തരത്തിലാണ് നമ്മൾ കയറ്റി വെച്ചിരിക്കുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഉള്ളിൽ അതിനെ കയറ്റിയിട്ടിരിക്കുന്നതാണ് പറഞ്ഞത്. അതിന് നമ്മൾ ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയും, ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്താണ് എമ്പതി? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് എമ്പതി എന്താണെന്ന്, അല്ലേ? എമ്പതി എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ ധരിച്ചിരിക്കുന്നത് ഒരു ഹയർ ലെവലിൽ നിന്നും താഴത്തെ ലെവലിലേക്ക് നോക്കുന്നതിനാണ് നമ്മുടെ എമ്പതി എന്ന് പറയുന്നത്. ഓ, പാവം മനുഷ്യൻ, അവരായിരിക്കുന്ന അവസ്ഥ നമ്മളെ മനസ്സിലാക്കുക, അങ്ങനെയൊന്നുമില്ല. എമ്പതി എന്ന് പറഞ്ഞാൽ അവരായിരിക്കുന്ന അവസ്ഥ, അവർ ഉയർന്നോരോ താഴ്ന്നോരോ ഒരേ ലെവലിൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവരായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കുക.
ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന പോസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അവരെ നമ്മൾ എമ്പതിയോടുകൂടി കാണണം. അവർ പ്രസംഗിക്കുമ്പം, അവർ പ്രവർത്തിക്കുമ്പം, അവരുടെ സേവനം നമുക്ക് കിട്ടുമ്പം എമ്പതിയോടുകൂടി അവരെന്തുമാത്രം മെനക്കെടുന്നുണ്ടെന്നറിയോ, പാടുപെടുന്നുണ്ടെന്നറിയോ നമുക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാഴ്ചപ്പാട്, അതിനെ ബഹുമാനിക്കുന്നതിനാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ എമ്പതി എന്ന് പറയുന്ന അവരുടെ ഉള്ളിലെ അവരുടെ മനസ്സിനെ മനസ്സിലാക്കുന്നതിന് എന്ന് പറഞ്ഞാൽ അവരെ ബഹുമാനിക്കുന്നതിനാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ എമ്പതി, ശരിക്കുള്ള എമ്പതി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എമ്പതിയോടുകൂടി മറ്റുള്ള ആൾക്കാരെ നമ്മൾ കാണുക, അവരുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഒരു എമ്പതി എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നല്ലൊരു സമാധാനവും നല്ലൊരു സ്നേഹവും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ NLP പഠിച്ചു കഴിഞ്ഞാൽ എമ്പതിയോടുകൂടി നമ്മുടെ മക്കളോടും നമ്മുടെ പേരൻസിനോടും നമ്മൾ മറ്റുള്ള ആൾക്കാരോടും നമ്മൾ പെരുമാറുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകുന്നു, നല്ല സന്തോഷം ഉണ്ടാകുന്നു. ഇതിനാണ് എല്ലാവരും NLP പഠിക്കണമെന്ന് പറയുന്നത്.